வணக்கம் சென்னை. നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ മഹാപട്ടണമായ ചെന്നൈയിലേക്ക് വർഷങ്ങളായി കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ കുടിയേറി പാർക്കുന്നു. അവരെ തേടി ഒരു പറ്റം മിഷണറിമാർ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചു, അന്വേഷിച്ചു, ഓരോരുത്തരെയായി കണ്ടെത്തി. കൂട്ടത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെയും ഈ മിഷണറിമാർ കൂടെ കൂട്ടി. അവരോടൊപ്പം സ്നേഹത്തിന്റെ പെസഹ ആചരിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ. ചെന്നൈ മിഷൻ. സഭയുടെ സമ്പത്ത്, സഭയുടെ നട്ടെല്ല് അത് യുവതി യുവാക്കന്മാരാണ്. ഒരുപാട് വഴിതെറ്റലുകൾക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് ശരിയായിട്ടുള്ള മൂല്യബോധം പകർന്നു കൊടുക്കാൻ, ആത്മീയമായി അവരെ നയിക്കാൻ, ശരിയായ ലക്ഷ്യബോധം അവർക്ക് കൊടുക്കാൻ നമുക്കറിയാം ആഗോള സഭ തന്നെ ഇന്നൊത്തിരി താല്പര്യമെടുക്കുന്നുണ്ട്. ആഗോള സഭയുടെ ഈ മനോവികാരത്തോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ സീറോ മലബാർ മിഷൻ യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെന്നൈ മിഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രൂപീകരണ പരിപാടികളെക്കുറിച്ച്, മിഷനിൽ ഇന്ന് വരെ നടന്നിട്ടുള്ളതായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്ന ഈ എപ്പിസോഡിലേക്ക് ഷാലോം പ്രേക്ഷകരെ ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ആദ്യം സന്ദർശിക്കാൻ പോകുന്നത് ഈ ഭവനത്തിലേക്കാണ്. അകത്തേക്ക് കയറി ചെല്ലണമെങ്കിൽ വീട് തുറക്കണം. അതിന് ഇവിടുത്തെ ഗൃഹനാഥൻ വരണം. നമ്മളെ കൂടാതെ കുറെ ചെറുപ്പക്കാർ കൂടി ഈ ഭവനത്തിലേക്ക് വരുന്നുണ്ട്. ഈ സ്ഥലം മനസ്സിലായോ? ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട തോമസ് ലീഹായുടെ ഗുഹ സ്ഥിതി ചെയ്യുന്ന ലിറ്റിൽ മൗണ്ട്. ഒരു വൈദികനും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ എന്നല്ലേ? അതെ, നമ്മൾ കാത്തുനിന്ന ഈ വീടിന്റെ നാഥൻ ഫാദർ ജെയ്സൺ. അച്ഛന് ഇത്രയും വലിയ വീട് എന്തിനാണെന്നായിരിക്കും അടുത്ത സംശയം. കാര്യം ഇത്രയേ ഉള്ളൂ. അച്ഛൻ ഇവിടെ കുറച്ച് യുവാക്കളോടൊപ്പം ഒരു പേയിങ് ഗസ്റ്റായിട്ട് കൂടിയിരിക്കുകയാണ്. ചെന്നൈ മിഷന്റെ ഏതോ വലിയ ഒരു ദൗത്യം നിറവേറ്റുന്നതിനു വേണ്ടി. അകം കണ്ടാൽ ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീടാണെന്ന് പറയില്ല. എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടിയാണ് വച്ചിരിക്കുന്നത്. അപ്പോഴേക്കും പുറത്ത് കുറെ യുവതി യുവാക്കൾ എത്തിക്കഴിഞ്ഞു. ചെന്നൈ പട്ടണത്തിൽ ഇത്രയും യുവജനങ്ങൾ അച്ഛനെ കാണാൻ എത്തിയെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ടായിരിക്കണം. താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ചെന്നൈ പട്ടണത്തിലെ യുവതി യുവാക്കൾക്കായി ദിവസവും വിശുദ്ധ കുർബാന നടത്താൻ വേണ്ടിയാണ് ഈ മിഷണറി വൈദികൻ ഈ വീട്ടിലെ ഒരു വാടക താമസക്കാരനായത്. ഇവരുടെ സുഹൃത്തായും ഒരു വല്യേട്ടനായും ഇവരോടൊപ്പം കൂടുമ്പോഴും ഈ വൈദികന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം: കർത്താവിനു വേണ്ടി ഓജസ്സുള്ള ഒരു വലിയ പറ്റം യുവതി യുവാക്കളെ നസ്രായനു വേണ്ടി നേടുക എന്ന മഹാലക്ഷ്യം.
ചെന്നൈയുടെ വേഗതയാർന്ന ലോകത്തേക്ക് നമുക്ക് ഒന്ന് പ്രവേശിച്ചാലോ? Hi, എൻ്റെ പേര് ലെസ്ലി ജേക്കബ് മാത്യു. ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ JPR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ചെന്നൈയെക്കുറിച്ച് പറയുമ്പോൾ ചെന്നൈ ഒരു ബിസി സിറ്റിയാണ്. സിൻസ് ഐ എം ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ചെന്നൈ, ചെന്നൈയിലെ യൂത്ത് മെമ്പേഴ്സിനെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ചെന്നൈയിലെ യൂത്ത് മെമ്പേഴ്സിൻ്റെ ഫെയ്ത്ത് ഞാൻ കണ്ടതിൽ വെച്ച് തീരെ കുറവാണ്. ചെന്നൈ മിഷൻ വന്നതോടെ ഇവിടുത്തെ യൂത്ത് മെമ്പേഴ്സിൽ ഒത്തിരി മാറ്റം കാണാൻ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മിഷണറിമാർ കുറെ അലഞ്ഞു തിരിഞ്ഞു ഈ ചെന്നൈ പട്ടണത്തിൽ. യേശുവിൻ്റെ സുവിശേഷം ഈ യുവാക്കളുടെ ഹൃദയവയലുകളിൽ ഒന്ന് പച്ച പിടിപ്പിക്കാൻ, അതിലൂടെ ഇവരെ ദൈവകരങ്ങളിൽ സംരക്ഷിതരാക്കാൻ. ഭൗതികതയുടെ കെട്ടുകൾ പൊട്ടിച്ച യോദ്ധാക്കളായിട്ടാണ് ഈ യുവതി യുവാക്കൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഇവരെ കൂടുതൽ ശക്തരാക്കാൻ വിശുദ്ധ കുർബാന ഒരു അനിവാര്യ ഘടകമാണെന്ന് ചെന്നൈ മിഷനിലെ മിഷണറിമാർക്ക് ഉത്തമ ബോധ്യമുണ്ട്. നമ്മുടെ ചെന്നൈയിലുള്ള യുവജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് പ്രവാസികളായിട്ട് വന്നുള്ള യുവജനങ്ങൾ ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് പ്ലൂറലിസ്റ്റിക് ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ യുവജനങ്ങൾ വന്ന് പെടുന്നത്. നാട്ടിലത്തെ ഒരു സുരക്ഷിതമായിട്ടുള്ള വലയത്തിലല്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരെ ആത്മീയ ജീവിതത്തിലേക്ക് പിടിച്ച് നിർത്താനായിട്ട് പ്രധാനമായിട്ടും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പശ്ചാത്തലം, അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിൽ വരുന്നവർക്ക് ഒരു സഹായമാവുകയാണ് ഇതുപോലെയുള്ള മിഷൻ സെൻ്ററുകൾ. തീർച്ചയായിട്ടും. എൻ്റെ പേര് ജോളി ജോസഫ്. ഞാനിവിടെ 2006 ഇവിടെ വന്നതാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടുത്തെ യൂത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വളരെ വർക്കോളിക്കായിട്ടുള്ള ആൾക്കാരാണ്. ഒന്നിനും ഒരു സമയമില്ല, എപ്പോഴും വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇതിലാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അതിനുള്ളതില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല ആക്റ്റീവായിട്ട് യൂത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. വൻ പട്ടണങ്ങൾക്കും അതുപോലെ നഗരങ്ങൾക്കും ഒരു വേഗതയാർന്ന സ്വഭാവമാണ്. എന്തിനോ ഉള്ള പരക്കം പാച്ചിലിൽ അപൂർവം ചിലർ മാത്രമേ അഭിരുചിക്കനുസരിച്ചുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നുള്ളൂ. മറ്റു ചിലർ നിരാശയിൽ ആഴ്ത്തപ്പെട്ടു പോകുന്നു. ഈ നെട്ടോട്ടത്തിൽ ഇവർ അറിയാതെ കൈവിട്ടു പോകുന്നത് പാരമ്പര്യമായി ലഭിച്ച മൂല്യങ്ങളെയാണ്. നമ്മുടെ ആത്മീയതയ്ക്ക് ഊർജം ലഭിക്കേണ്ടത് അതേ മൂല്യത്തിൻ്റെ സാന്നിധ്യത്തിലാണെന്നറിയാതെയാണ് അവ നഷ്ടപ്പെടുത്തുന്നത്. അതോടെ ഈ ലോക മത്സരത്തിൽ ആദ്യമേ തന്നെ ഇവരിലുള്ള ആത്മീയത കിതച്ചു പിന്മാറുന്നു. യുവജനതയെ ഇന്ന് വേട്ടയാടുന്ന ദുരന്തം ഈ മൂല്യരാഹിത്യമാണ്. ഇവിടെ ഈ മിഷനിൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എന്നെ തോന്നിപ്പിക്കുന്ന കാര്യം, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 4.5 വർഷത്തിനുള്ളിൽ ഒരു 5 മിശ്രവിവാഹങ്ങൾ നടത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. 5ഉം നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾ ഒരു പക്ഷേ ജോലിക്കോ പഠനാവശ്യത്തിന് വന്നിട്ട് നമ്മുടെ ഒരു ശ്രദ്ധ കിട്ടാതെ വരുന്ന അവസ്ഥയിൽ ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ്, അതുപോലെ റിലേഷൻഷിപ്പിലൊക്കെ വീണിട്ട് അവസാനം ഇങ്ങനൊരു ഒരു കോംപ്ലിക്കേഷനിൽ എത്തി നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോഴൊക്കെ നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള മക്കൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇങ്ങനൊരു സാഹചര്യം, ഇതുപോലൊരു യുവജന കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞെങ്കിൽ, ഇതുപോലൊരു വിശുദ്ധ കുർബാന നടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളൊക്കെ ഇവിടെ ആക്റ്റീവായി വരികയും ഈ ഒരു സിറ്റി കൾച്ചറിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ ഞങ്ങൾ പോകത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരിയേറെ യുവജനങ്ങൾ അവിടെ ഉണ്ടെന്ന്. ക്രിസ്തുവിശ്വാസം നമ്മിൽ നിലനിൽക്കുന്നതും അത് നമ്മുടെ ഓരോ കോശത്തിലും അധിവസിക്കാൻ കാരണമാകുന്നതും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ്. ഈ ഒരു ബോധ്യമാണ് ചെന്നൈ മിഷൻ യുവജനതയ്ക്ക് പകർന്നു കൊടുക്കാൻ ഈ വാടക വീട്ടിൽ എത്തിച്ചേർന്നത്. ഈ സൗഭാഗ്യം ഇനിയും അനേകം യുവതി യുവാക്കൾക്കായി പകർന്നു കൊടുക്കാൻ മിഷൻ തുടങ്ങിക്കഴിഞ്ഞു. ദൈവവിശ്വാസം സിരകളിലൊഴുകും സീറോ മലബാർ
വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മിഷൻ മേഖല തന്നെയാണിത്. ഞങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മളുടെ പള്ളി ഇടവക ജീവിതമൊക്കെ വിട്ട് ദൂരെ വന്ന് താമസിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ചെറുപ്പത്തിലേ കിട്ടിയിരുന്ന ഒരു ആത്മീയ പശ്ചാത്തലം, നമ്മുടെ പാരമ്പര്യമൊക്കെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അത് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഈ അജപാലിനെ ഒരു മേഖല നമുക്കിവിടെ സഭ നമ്മൾക്കായിട്ട് തരുന്നതിൽ. ഇനിയും ഒത്തിരി ഞങ്ങളെപ്പോലെ അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ തന്നെ ജോലി സ്ഥലത്ത് ഒരു ചേട്ടൻ പറഞ്ഞപ്പോഴാണ് നമുക്കിവിടെ ഇങ്ങനെ പള്ളി ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ അറിയാത്ത ഒത്തിരി യുവജനങ്ങളുണ്ട്, ഒത്തിരി നമ്മുടെ സഭാംഗങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. ഇനി ഇവിടുത്തെ ഒരു യുവജന സംഘടനയാണ് CSYM. CSYMനെ കുറിച്ച് നമ്മുടെ ഒരു സജീവ അംഗം ജിത്തു അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഞാൻ MBA കഴിഞ്ഞ് എൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഞായറാഴ്ച എൻ്റെ അടുത്ത് വിളിച്ച് വിഷമം പറഞ്ഞു. അവളും എൻ്റെ സുഹൃത്ത് ചെന്നൈയിലാണ്. അപ്പോൾ അവിടെ മലയാളം കുർബാനയില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഞങ്ങൾ സുഹൃത്തുക്കൾ ഓർത്തു, നമ്മുടെ ചെന്നൈയിൽ ഒത്തിരി മലയാളി യുവാക്കളും യുവതികളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെയൊരു എവിടെയൊക്കെയാണ് മലയാളം കുർബാനയുള്ളത്, എവിടെ അങ്ങനെ ഒരു പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, നമുക്ക് എന്തുകൊണ്ടൊരു ഫേസ്ബുക്കിലൂടെ ഒരു അക്കൗണ്ട് തുടങ്ങിക്കൂടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു ബേസിൽ ഞങ്ങളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. CSYMൻ്റെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ യുവാക്കളെ എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ ഒത്തിരിയേറെ യുവജനങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ചകളിൽ ഈ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഒത്തിരിയേറെ യുവജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഇവിടെ ഇപ്പോൾ എത്തിച്ചേരാറുണ്ട്. ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുണ്ട്. ഈ അടുത്തായി ഞങ്ങളിപ്പോൾ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ടെഡിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഞാൻ ടെഡിക്ക് മൈക്ക് കൈമാറുകയാണ്. എൻ്റെ പേര് ടെഡി അഗസ്റ്റിൻ. ഞാൻ എറണാകുളം അതിരൂപതയിലാണ്, തുറവൂർ ഇടവകക്കാരനാണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു 3 വർഷമായി. ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. പുകയില വിരുദ്ധ സന്ദേശവുമായാണ് ഞങ്ങൾ ആ ടൂർണമെൻറ്റ് നടത്തുന്നത്. നാളെ ഞങ്ങൾക്ക് ടൂർണമെൻറ്റ് ആരംഭിക്കുകയാണ്. ഞങ്ങളെല്ലാം അതിൻ്റെ വളരെ ആവേശത്തിലാണ്. അറിയാം, ഇവിടെ ചെന്നൈയിൽ വളരെ ചൂട് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കളി നാളെ ഏകദേശം ഉച്ച സമയത്താണ്, നല്ല ചൂടുണ്ട്. എന്നാലും ഞങ്ങൾ വളരെ ആവശ്യത്തിലാണ്. ഞങ്ങളെല്ലാവരും മത്സരത്തിന് വളരെയധികം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നാളെ മത്സരം ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചെന്നൈ യൂത്തിന് വേണ്ടിയും യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. യുവാക്കളിൽ ആത്മീയമായ ഉണർവ് ലഭിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് CSYMൻ്റെ മൂല്യാധിഷ്ഠിത പൊതുപരിപാടികളിൽ ഇത്രയും യുവജനങ്ങളുടെ ഈ ഒത്തുകൂടൽ. ചെന്നൈയുടെ പല ഭാഗങ്ങളിൽ നിന്നും ക്രിസ്തുവിനാൽ ആകൃഷ്ടരായി വന്നവരാണ് ഈ യുവജനങ്ങൾ. ഇത്തരം പരിപാടികൾ ഇവിടുത്തെ മിഷണറിമാർക്ക് കൂടുതൽ ആനന്ദം പകരുന്ന വേള കൂടിയാണിത്. തങ്ങളുടെ പ്രയത്നത്താൽ ക്രിസ്തുവിനായി സ്വരുക്കൂട്ടിയ ചെന്നൈയിലെ ഈ യുവജനങ്ങളെ കാണുമ്പോൾ ഇവർ ആവേശഭരിതരാകുന്നു. പ്രിയ നിറഞ്ഞ വൈദികരെ, ഏറ്റവും സ്നേഹമുള്ള യുവജനങ്ങളെ, വളരെ സന്തോഷപൂർവമായ ഒരു കൂട്ടായ്മയിലാണ് നമ്മളിവിടെ ആയിരിക്കുക. വളരെ പ്രത്യേകിച്ച് നമ്മൾ ഇന്നേ ദിവസം ഈ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലുള്ള യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഒരു അവയർനെസ് പ്രോഗ്രാം കൂടിയായിട്ടാണ് നമ്മൾ ഈ വർഷം ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രിവെൻഷൻ ഓഫ് ടുബാക്കോ, അതുപോലെ തന്നെ സിഗരറ്റ് സ്മോക്കിംഗ്, ആ 2 വലിയ മെസ്സേജുകൾ സമൂഹത്തിന് പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ യുവജനങ്ങളായി നമ്മളെല്ലാവരും ഈ ഒരു വലിയ അവയർനെസ്സോടുകൂടെ ജീവിക്കുക എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ അവയർനെസ് പ്രോഗ്രാമായി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എല്ലാവരുടെയും നാമധേയത്തിൽ തന്നെ ഔദ്യോഗികമായി ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചെന്നൈ മിഷന്റെ ഈ യുവജന കൂട്ടായ്മയ്ക്ക് പ്രാർത്ഥനാശംസകൾ നേർന്നും ഇവരുടെ കായിക വിനോദത്തിലെ ഉത്സാഹത്തിൽ പങ്കുചേർന്നും നമുക്ക് പ്രോത്സാഹനം നൽകാം. Hi
ഹായ്, എൻ്റെ പേര് റിൻസി. ഞാനിവിടെ ചെന്നൈയിൽ ജനിച്ച് വളർന്നതാണ്. അതുകൊണ്ട് എനിക്ക് ചെന്നൈയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. എവിടെ ഇറങ്ങിയാലും എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പരസ്യങ്ങളായാലും പുറത്തു പോകുമ്പോൾ എന്തായാലും നമ്മൾ കാണുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനോ എന്തായാലും നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആക്ടിവിറ്റീസാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വൈബ്സ് നമ്മളിലേക്കും കയറുന്നുണ്ട്. പക്ഷേ ഈ നടത്തിയ ഈ ചെന്നൈ മിഷൻ്റെ ക്രിക്കറ്റ് ലീഗിൽ നമ്മൾ കാണാൻ പറ്റി, അതിൻ്റെ ചേഞ്ചസ് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റി. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു കളിയാണ്, തമാശയാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ക്രിക്കറ്റ് എന്ന കളിയിലും തമാശയിലും സീരിയസ് ആയിട്ട് ഒരു കാര്യം കൺവേ ചെയ്യാൻ പറ്റുന്ന ആദ്യമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. എല്ലാവരും ക്രിക്കറ്റ് കാണും, എല്ലാവരും എൻജോയ് ചെയ്യാനും കൈയടിക്കാനും അല്ലാതെ എൻ്റർടൈൻമെൻറ്റ് അല്ലാതെ വേറൊരു കാര്യത്തിനും ക്രിക്കറ്റ് കാണാനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗെയിമിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമ്മുടെ ഈ ചെന്നൈ മിഷൻ, അതിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ആ മെസ്സേജാണ്. ഇന്ന് അനേകം യുവാക്കൾ പുകയില ഉപയോഗത്തിൻ്റെ അടിമകളാണ്. അവരിലേക്ക് നന്മയുടെ സന്ദേശമെത്തിക്കാൻ ഈ കായിക ഇനത്തിലൂടെ യുവതാരങ്ങൾ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ ടൂർണമെൻറ്റിൽ കൂടെ ഈ തരുന്ന സന്ദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ അടുക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശമാണ്. നമുക്ക് നല്ലോണം അറിയാം, ഈ ചെന്നൈ മിഷനിൽ ഇതേപോലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ധാരാളം യുവജനങ്ങൾ, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ IT മേഖലകളിലും അങ്ങനെ ഒരുപാട് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലേക്ക് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നവർ ഒരേ പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങളോട്, ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ടായി, ഒരു ബൈബിള് കിട്ടുമെന്ന്. അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ക്രിസ്ത്യാനിറ്റി ആയിട്ടും ജീസസ് ക്രൈസ്റ്റിനെ അവർക്ക് അറിയിക്കാനും ഇതുപോലെ ഒരു പരിപാടി നടത്താനും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിന് ദൈവത്തിനും നന്ദി പറയുന്നു. എൻ്റയർ ചെന്നൈ മിഷനും ഞങ്ങളെ സഹായിക്കുന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. ചെന്നൈ മിഷന്റെ ഈ ക്രിക്കറ്റ് ലീഗിലെ പ്രത്യേകത, ഓരോ ബൗണ്ടറിയും സിക്സറും വിക്കറ്റും ഇവിടെ ആഘോഷിക്കുന്നത് തിന്മയ്ക്കെതിരെയുള്ള ഈ സന്ദേശങ്ങളുടെ വിജയാരവുമായിട്ടാണ്. ആത്മീയതയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു യുവജന മുന്നേറ്റം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നാം ദർശിക്കുന്നത്. താങ്ക്സ് ടു ചെന്നൈ മിഷൻ. പലയിടത്തും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ഈ കൊച്ചു കളിയിലൂടെ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ വെച്ചാൽ യുവതികളും യുവാക്കളും ഒന്നും നമ്മുടെ അടുത്ത് വരില്ല. പക്ഷേ ക്രിക്കറ്റ് കളി ഇങ്ങനെ ഒരു ഗെയിംസ് വെക്കുമ്പോൾ അപ്പോൾ അവർ നമ്മളിലേക്ക് അടുക്കും. അതിലൂടെ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ചെന്നൈ മിഷനാണ് ഞങ്ങൾക്ക് കാട്ടിത്തന്നത്. ചെന്നൈ മിഷന് വളരെ നന്ദിയുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി പല സ്ഥലത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഹായ്, എൻ്റെ പേര് പ്രീതിക. ഞാനിവിടെ ചെന്നൈ മിഷനിലെ സെക്രട്ടറിയാണ്. ആൻഡ് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂത്തിൽ നിന്ന് കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. വി ഡു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ്. വി ഹെൽപ്പ് യങ്സ്റ്റേഴ്സ് ഗ്രോ ഇൻ എ വെരി Christian way, as in following the paths of Christ and helping out people, those who need our help. And plus, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യുവാക്കൾക്ക് വഴി തെറ്റി പോവാൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം ടു go out of their track. They are always focused on what good they can do for others. So Chennai Mission has helped us, the youth, in many ways. രക്തദാനമെന്ന പുണ്യത്തിലൂടെ ഒരു വ്യക്തിക്ക് മറ്റൊരു സഹോദരൻ്റെ ജീവൻ പരിപാലിക്കാനുള്ള ഒരവസരം ലഭ്യമാവുകയാണ്. ഉന്നതങ്ങളിൽ നിന്ന് ദാനമായി ലഭിച്ചതല്ലാതെ നമുക്ക് മറ്റൊന്നും സ്വന്തമായിട്ടില്ല. അത് പങ്കുവയ്ക്കുക കൂടി ചെയ്യുമ്പോൾ ആ വ്യക്തി ദൈവസന്നിധിയിൽ സ്വയമേവ ഒരു അൾത്താരയായി രൂപാന്തരപ്പെടുന്നു. അതിൽ അപരന്റെ ജീവനു വേണ്ടി രക്തം പകരുന്നതിലൂടെ ഒരു ദിവ്യബലി അനുഭവവേദ്യമാകുന്നു. ഇവിടുത്തെ CSYM യുവാക്കൾ അതിനായി പരിശ്രമിക്കുന്നു.
അറ്റൻഡ് ചെയ്തതിലും പിന്നെ യൂത്തിൻ്റെ ആക്ടിവിറ്റീസിലൂടെയും എനിക്ക് കർത്താവിലോട്ട് കൂടുതൽ അടുക്കാൻ പറ്റി, കർത്താവിനെ കൂടുതൽ എനിക്ക് അറിയാൻ പറ്റി. ആ അറിവ് എനിക്ക് മാത്രം വെച്ചേക്കാതെ ബാക്കിയുള്ളവർക്ക് പങ്കിടണം എന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു കാറ്റഗിസം അധ്യാപകയാവണം എന്ന് തോന്നി. വീട്ടുകാരും അതിനെ പരിപൂർണ്ണം സമ്മതിച്ചു. അതൊരു ദൈവത്തിൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഇതും ആവാം എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഈയിടെ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ കൊച്ചു അനിയന്മാർക്കും അനിയത്തികൾക്കും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരവും അറിവും അവർക്ക് പകർന്നു തരണം എന്നെനിക്ക് തോന്നി. എന്നെ ഒരു അധ്യാപകയാക്കി എനിക്ക് ദൈവത്തിനുള്ള വിശ്വാസം കൂടുതലാക്കാനും എൻ്റെ വിശ്വാസം പകർന്ന് കുട്ടികൾക്ക് കൊടുക്കാനും ഇനി വരുന്ന യുവതലമുറകൾക്ക് ദൈവം ആരാണ് എന്താണ് എന്ന് അറിയാനുള്ള അവസരവും കൊടുത്തതിന് ദൈവത്തിനും ചെന്നൈ മിഷനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. തിന്മകൾ നിറയുന്ന ഈ ലോകത്തിൽ ക്രിസ്തു സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു യുവനിര തന്നെ നമുക്ക് ഭാവിയിൽ വേണം. അതിനായി ദൈവാനുഭവങ്ങൾ സിദ്ധിച്ച ഒരു കൂട്ടം അധ്യാപകരെ ചെന്നൈ മിഷൻ സജ്ജരാക്കി. നമുക്ക് കുരിശ് വരയ്ക്കാം. ഫസ്റ്റ് തൊട്ട് വൃത്തിയായിട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇനി സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നല്ല കുട്ടികൾ. പാരമ്പര്യമായി നമുക്ക് സിദ്ധിച്ചു പോന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സംസ്കാരം ഇന്നത്തെ പുതുതലമുറയ്ക്ക് പരിചയമില്ല. മക്കളെ അനുസരിക്കുന്ന മാതാപിതാക്കളുള്ള ഒരു വിചിത്രമായ സംസ്കാര കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഈ ദുരവസ്ഥ തുടർന്നു പോകരുത് എന്ന നിർബന്ധം ഇവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ ചെന്നൈ മിഷനുമുണ്ട്. മോറൽ ക്ലാസുകൾക്ക് പ്രാധാന്യം നൽകുന്ന സിലബസുകളാണ് മിഷൻ ഇവർക്ക് നൽകുന്നത്. അതിലൂടെ ആഴത്തിലുള്ള ദൈവവിശ്വാസത്തോടൊപ്പം അനുസരണ എന്ന പുണ്യവും ഈ ഭാവി തലമുറയെ അഭ്യസിപ്പിക്കാനാവുന്നു. ഞാൻ പറയാവുന്നത് ഒത്തിരിയേറെ നല്ല യുവജനങ്ങളിവിടെയുണ്ട്. അവരുടെ ആ കാലിബർ, അവർക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയുക, സഭയോടുള്ള സഭാത്മകമായിട്ടുള്ള ഒരു സ്നേഹം, അതൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് ഒത്തിരിയേറെ അവസരങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് ഇനിയും മിഷൻ ഒരു ചാലഞ്ചിങ് അവസ്ഥയിലാണ്. കാരണം ഇനി ഒത്തിരിയേറെ കണ്ടെത്താത്ത യുവജനങ്ങളുണ്ട്, ഒത്തിരിയേറെ മക്കളുണ്ട്. അവർക്ക് ഒരു പക്ഷേ ഒരു സംഘാതമായിട്ടൊരു സെമിനാർ, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്തു വരുന്നതെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ഈ ചെന്നൈയിലുള്ള യുവജനങ്ങളെല്ലാവരെയും ഒരു 3 സോണായിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓരോ സോണിലും 3 മാസം കൂടുമ്പോൾ ഒരു 1 ഡേ സെമിനാർ, അതിന് ഞങ്ങൾ എഫാത്ത സെമിനാർ എന്നാണ് പറയുക. എഫാത്ത സെമിനാർ സംഘടിപ്പിക്കും. ഒരു 100-150 പരം യുവജനങ്ങൾ എന്താ പറയുക ഒരുമിച്ച് കൂടാറുണ്ട്. അതായത് അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അമാൽഗമേഷൻ ഓഫ് കൾച്ചേഴ്സ്. അതായത് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന യുവജനങ്ങൾ, നാട്ടിൽ നിന്ന് പ്രവാസികളായി വന്നിട്ടുള്ള യുവജനങ്ങൾ, പിന്നെ അവരുടെ കൂട്ടുകാർ, ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുന്ന അവസ്ഥയിൽ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു കൾച്ചറൽ ഡിഫറൻസ് തന്നെ കാണാൻ പറ്റും, ഒരു ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. പക്ഷെ എങ്കിൽ തന്നെയും എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുമിച്ച് കൂട്ടുന്ന ഒരു അവസ്ഥയാണ്. യേശുവിൻ്റെ ആ ഒരു സ്നേഹമാണ് ഇവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. യുവതലമുറയുടെ സർഗാത്മകമായ കഴിവുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു മിഷനാണ് ചെന്നൈയുടേത്. സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി. കാരുണ്യസ്പർശനമന്ധന കാഴ്ചയതായി നാഥ, കാരുണ്യസ്പർശനമന്ധന കാഴ്ചയതായി നാഥ. സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം. മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പഠിച്ചം
വിസ്മൃതിയിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തനതായ കലാസംസ്കാരത്തെ കൂടി ഇവർക്ക് പകരാൻ ഈ മിഷൻ എപ്പോഴും ഒരു പ്ലാറ്റ്ഫോം നൽകിപ്പോരുന്നത് അഭിനന്ദനാർഹമാണ്. കലാസാംസ്കാരികതയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു വിഭാഗമാണല്ലോ ഇവിടുത്തെ തമിഴ് ജനത. ചെന്നൈയിൽ വർഷങ്ങളായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഇവിടുത്തെ ചുറ്റുപാടുകളിൽ നിന്നുള്ള കലാപരമായ ഊർജത്തിൻ്റെ അന്തരീക്ഷം വല്ലാതെ സ്വാധീനിക്കുന്നു. മിഷന്റെ പരിധിയിലുള്ള ഇവിടുത്തെ യൂത്ത് ഈ ചെന്നൈയിൽ ആത്മീയതയുടെ ഒരാഘോഷത്തിലാണ്. ചെന്നൈ മിഷനിൽ 22 സ്ഥലങ്ങളിൽ യുവജന കൂട്ടായ്മകളുണ്ട്. പിന്നെ ഇതുപോലെ 34 അല്ലെങ്കിൽ 40ഓളം സ്ഥലങ്ങളിൽ നമുക്ക് കുർബാന ചെല്ലുന്നിടത്ത് ചില സ്ഥലങ്ങളിൽ ഇതുപോലെ വാടകയ്ക്ക് വീടെടുത്തിട്ട് ക്ഷമയാന പന്തലുകൾ കെട്ടിയിട്ട് കല്യാണ മണ്ഡപങ്ങളിൽ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെയാണ് കുർബാന ചെല്ലുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഈ മിഷന് വളരെയേറെ ആവശ്യമുണ്ട്. യുവജനങ്ങൾ ഒത്തിരിയേറെ മക്കളെ ഒരുമിച്ച് കൂട്ടാനായിട്ട്, അതൊരു പക്ഷേ നമ്മുടെ തന്നെ സഹോദരിമാർ, നമ്മുടെ തന്നെ മക്കളാണ് ഇങ്ങനെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുപോലുള്ള മിഷൻ സെൻ്ററുകളുടെ വളർച്ചയ്ക്ക് നിങ്ങൾ പ്രയത്നിക്കണം. നിങ്ങളുടെ സഹായവും പ്രോത്സാഹനവും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ചെന്നൈയിലെ ഈ യുവതലമുറയെ തമ്പുരാന്റെ മുമ്പിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കാം. അതോടൊപ്പം വളരെ ത്യാഗം സഹിച്ച് ഇവർക്കായി യേശുനാമത്തിൽ നിരന്തരമായി വേല ചെയ്യുന്ന മിഷണറിമാരെയും നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം. മിഷന്റെ ഇതുപോലെയുള്ള യുവജന കൂട്ടായ്മകൾ ചെന്നൈയിലുള്ള പല സ്ഥലങ്ങളിലായി മിഷണറിമാരുടെ തന്നെ നിയന്ത്രണത്തിൽ
വളരെ വിജയകരമായി ഇന്ന് നടത്തിപ്പോരുന്നുണ്ട്. ഇവരുടെ കൂടെ വാടകയ്ക്ക് താമസിച്ചും ഭക്ഷണം പാകം ചെയ്തും തമാശകൾ പറഞ്ഞും ഇവരിലെ ഒരാളായിക്കൊണ്ട് ഈ മിഷണറിമാർ ഏൽപ്പിച്ച ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കഠിന പ്രയത്നത്തോടെ ഇനിയും അനേകം യുവജനങ്ങളെ ക്രിസ്തുവിനായി കണ്ടെത്തണമെന്ന തീക്ഷ്ണമായ ആഗ്രഹത്തോടെ ഈ മിഷൻ സ്റ്റേഷനിലെ കാവലാളായി തമ്പുരാനോട് ഒത്തുചേരുന്നു.